വിവോയുടെ വിവോ T1 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം പറയപ്പെടുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയിൽ വിവോ Y സീരീസിനെ വിവോ T സീരീസ് റീപ്ലേസ് ചെയ്യുമെന്നാണ്. വിവോ T സീരീസിൽ വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും വിവോ T1 5G എന്ന ഫോണ്. ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോൺ മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കൺഫേംഡ് ആണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ഏകദേശം ഒരു ലോഞ്ച് ടൈമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T1 5G എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ സാധ്യത, ഏത് പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ T1 5G എന്ന ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. ഇതിൽ AMOLED ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. IPS LCD പാനലായിരിക്കും ഈ ഒരു ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 192 ഗ്രാം ആയിരിക്കും. അതുപോലെ തന്നെ തിക്നെസ് വരിക 8.49 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ചൈനയിൽ ഈ ഒരു ഫോൺ ഏകദേശം 25,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ തന്നെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷനുമായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ആ ഒരു റിപ്പോർട്ടിൽ തന്നെ ചിലപ്പം ഒരു 12GB റാം വെർഷൻ ലോഞ്ച് ചെയ്തേക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ LPDDR5 റാം ആയിരിക്കും വരിക. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരും. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ 64 മെഗാ മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. രണ്ടാമത് 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ മൂന്നാമത് 2 മെഗാ ഒരു മാക്രോ ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Type C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ചൈനയിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരുന്നത് 2199 യുവാൻ എന്ന പ്രൈസ് റേഞ്ചിലാണ്. അതായത് ഏകദേശം 25,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യയിൽ ചിലപ്പം ഈ ഒരു ഫോണിൻ്റെ വില കുറച്ചും കൂടിയൊക്കെ ഒന്ന് കൂടിയേക്കാം. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ മാർച്ച് 2022 ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,800 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T1 5G എന്ന ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണെന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 25,800 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ട് കൂടി ഇതിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് AMOLED ഡിസ്പ്ലേയും കൂടി കൊടുക്കായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും വിവോ T1 5G എന്നൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും വിവോ T1 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നിങ്ങളുടെ ഏത് പ്രൈസ് റേഞ്ചിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.